ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഇൻവിറ്റേഷൻ വന്നത് എനിക്കല്ല. ഈ ഇൻവിറ്റേഷൻ വന്നത് ടി വിയൊക്കെയാണ്. അപ്പോൾ ടി വിയൊക്കെയായിരുന്നു ആദ്യം ഇൻവിറ്റേഷൻ വന്നത്. എന്താ ടി വിയൊക്കെ ഇൻവിറ്റേഷൻ വന്നതെന്ന് പറഞ്ഞാൽ ടി വിയിലെ എല്ലാ ക്രിയേറ്റേഴ്സിനെയും എടുക്കാനാണ് ശരിക്കും പറഞ്ഞാൽ ഗോഡൽ വന്നത്. ഗോഡലിൻ്റെ ആദ്യത്തെ നമുക്ക് ഇത് ഫസ്റ്റ് വന്നത് ആ ഒരു രീതിയിലായിരുന്നു. ആൻഡ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ടി വിയിലെ എല്ലാ ക്രിയേറ്റേഴ്സും മോസ്റ്റ് ഓഫ് ദ ക്രിയേറ്റേഴ്സ് എല്ലാവരും ഈ പറയണത് പോലെ ബ്ലൈൻഡിൽ ഇതുള്ളത് കൊണ്ട്, ബ്ലൈൻഡിൻ്റെ എഗ്രിമെൻറ്റും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടും അവർക്ക് കുറേ പെൻഡിങ് പേയ്മെൻറ്റ്സ് ഉള്ളതുകൊണ്ടും എല്ലാവർക്കും കൂടെ ഒരുമിച്ച് ജോയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥയല്ലായിരുന്നു. അപ്പോൾ ഓൺ ദ സെയിം ടൈമിലാണ് നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സായിപ്പിൻ്റെ കൂടെ ഞാൻ കളിക്കാൻ തുടങ്ങിയത്. അപ്പോൾ സായിപ്പിനെ ഇതിനകത്ത് കയറ്റണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. അങ്ങനെ ഞാൻ സായിപ്പിൻ്റെ പേര് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞ് ഓക്കെ, നിങ്ങളുടെ സൈഡിൽ നിന്നുള്ള ആളാണെങ്കിൽ നമുക്ക് എടുക്കാമെന്നുള്ള രീതിയിൽ സായിപ്പിൻ്റെ പ്രൊഫൈൽ അയച്ചു കൊടുത്ത് അങ്ങനെ സായിപ്പിൻ്റെ കൂടി ഇത് കിട്ടി. അപ്പോൾ സായിപ്പിനെയും എടുക്കാമെന്ന് അവർ സമ്മതിച്ച്. അങ്ങനെ സായിപ്പിൻ്റെ അടുത്ത് സംസാരിച്ച് സായിപ്പിൻ്റെ പഴയ ഓർഗിലും എല്ലാം സംസാരിച്ച് നമ്മൾ സെറ്റാക്കി. അങ്ങനെ അവൻ്റെ ഇതും ഇതാക്കി. പിന്നെ ഞാൻ ഓർഗിലൊന്നും കയറുന്നില്ല, ഞാൻ ഇൻഡിവിജ്വലായിട്ട് നിൽക്കുകയെന്നതിന് പറഞ്ഞതിൻ്റെ കാര്യത്തിൽ തന്നെ നിൽക്കുമായിരുന്നു ഞാൻ. പക്ഷേ എനിക്ക് മെയിൻലി ഞാൻ ഇപ്പോഴും പറയാം ഗൈസ്, ഗോഡ് ലൈക്ക് കോൺട്രാക്റ്റിൽ എനിക്ക് മോണിറ്ററി ടൈംസിൽ ഒരു ഇതുമില്ല. അതായത് പൈസ ഒന്നും തന്നല്ല ഞാൻ ഗോർഗിൽ ജോയിൻ ചെയ്തേക്കുന്നത്. ഞാൻ ഹോണസ്റ്റായിട്ട് സത്യസന്ധമായിട്ട് പറയാണ്, 1 രൂപ പോലും എനിക്ക് ഗോഡലിൽ തന്നിട്ടില്ല. പൈസ കൊടുത്തല്ല ഞാൻ ഗോഡലിൽ ജോയിൻ ചെയ്തേക്കുന്നത്, അല്ല പൈസ വാങ്ങിച്ചല്ല ഞാൻ ഗോഡലിൽ ജോയിൻ ചെയ്തേക്കുന്നത്. ജസ്റ്റ് ഒരു ക്രിയേറ്ററായിട്ട് മാത്രം. എനിക്ക് അവരുടെ സൈഡിൽ നിന്ന് അവർ ചെയ്തു തരാമെന്ന് പറഞ്ഞ ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് കാസ്റ്റിങ്ങും ഈ പറയണത് പോലെ കമൻട്രി ഒക്കെ പറയാൻ ഭയങ്കര ഇഷ്ടമാണ്. സൗണ്ടിലോ എടാ ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ടല്ലോ, നോക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്, അത് ഞാൻ മൈക്ക് അടുത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ സൗണ്ട് ഓക്കെ അല്ലേ ഗൈസ്? ഓക്കെ, ഒരു മിനിറ്റ്. ഇപ്പോൾ ഓക്കെ അല്ലേ? സൗണ്ട് ഓക്കെ അല്ലേ? കറക്റ്റ് ഓക്കെ അല്ലേ? അപ്പോൾ എനിക്ക് അവർ ഈ പറയണത് പോലെ ഈ BJSും അങ്ങനത്തെയൊക്കെ വരുന്ന സമയത്ത് എനിക്ക് റീജിയണലായിട്ട് എനിക്ക് ഹോസ്റ്റ് ചെയ്യാനും ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്ത് തരാമെന്ന് മെയിൻലി പറഞ്ഞിട്ടുണ്ട്. ആൻഡ് അവരുടെ കോണ്ടൻറ് ക്രിയേഷനിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ സ്ട്രീമിംഗ് കോൺട്രാക്റ്റ് എല്ലാം എൻ്റെ ത്രൂ തന്നെയാണ്, ഞാൻ ത്രൂ തന്നെയാണ്, വേറെ ഒന്നുമല്ല. ഇവരുടെ ത്രൂ അല്ല എനിക്ക് സ്ട്രീമിംഗ് കോൺട്രാക്റ്റ് ഒക്കെ ഞാൻ ഇൻഡിവിജ്വലി തന്നെയാണ് എടുത്തേക്കുന്നത്. പിന്നെ ഇവരുടെ സൈഡിൽ നിന്ന് നമുക്ക് തരാമെന്ന് പറഞ്ഞാൽ ബ്രാൻഡ് സപ്പോർട്ട്സും അതേപോലെ തന്നെ ഈ ഈവൻറ്റ്സ് അങ്ങനത്തെ എല്ലാം. പിന്നെ അതിൻ്റെ കൂടെ ഒരു അനൗൺസ്മെൻറ്റ് കൂടി എനിക്കും സായിപ്പിനും BGMI പാർട്ട്ണർ ടൈറ്റിലും അവർ സെറ്റാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു നല്ലൊരു ഓപ്പർച്യൂണിറ്റി. പിന്നെ ഒരു കാര്യം നമ്മുടെ ഗൈസ്, പാർട്ട്ണർ ടൈറ്റിൽ ഓൾറെഡി ഇല്ലേ? പാർട്ട്ണർ ടൈറ്റിൽ ഓൾറെഡി ഉണ്ടായിരുന്നു ബ്രോ. ആ അക്കൗണ്ട് റാഷ് ബ്രോ തിരിച്ചെടുത്ത്, അപ്പോൾ പുള്ളിക്ക് അത് വേണമെന്ന് പറഞ്ഞു. അതിൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ ബ്ലൈൻഡിൻ്റെ ഇഷ്യൂസൊക്കെ ഉടനെ തന്നെ സോൾവ് ആവും. അവർക്ക് അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ റെഡി ആവുന്നുണ്ടെന്ന് എൻ്റെ അടുത്ത് ഓൾറെഡി പറഞ്ഞായിരുന്നു. ഞാൻ ശരിക്കും പറഞ്ഞാൽ ബ്ലൈൻഡിൽ നിന്ന് ഇറങ്ങിയത് അതിപ്പോൾ അവരുടെ ഇതൊക്കെ ശരിയായാലും എനിക്ക് തിരിച്ച് ബ്ലൈൻഡിൽ കയറാൻ താല്പര്യമില്ല എന്നുള്ളൊരു കാര്യം ഞാൻ ഓൾറെഡി പറഞ്ഞത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞില്ല, എനിക്ക് ശരത്തേട്ടനോടും അവരുടെ അടുത്തോട്ടുള്ള മറ്റേ ഈ പറയണ ഗെയിമിംഗ് ടൈംസിൽ എനിക്ക് അവരുമായിട്ട് ഇനി ഒരു ഡീലോ അല്ലെ ബിസിനസ് ഡീൽസ് എനിക്ക് സംസാരിക്കേണ്ട എന്നുള്ളൊരു കാര്യം ഞാൻ ഓൾറെഡി തീരുമാനിച്ച് വെച്ചിരുന്നതാണ്. ഇപ്പം നാളെ ബ്ലൈൻഡ് എൻ്റെ കാര്യമെല്ലാം ഓക്കെ ആവുകയാണെങ്കിലും ഞാൻ അവിടെ എന്തായാലും കയറത്തില്ല, ഞാൻ ഇവിടെ തന്നെ നിൽക്കത്തുള്ളൂ. എനിക്ക് ഈ പറയണത് പോലെ ഞാനൊരു ഡൗൺ ടൈമിൽ പോവുക അങ്ങനത്തെ ഒരു ഇതിലല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ അടുത്ത് നിന്നും. എനിക്ക് അവരുടെ അടുത്ത് അങ്ങനത്തെ കാര്യത്തിൽ സംസാരിക്കാനുള്ളൊരു ഇതില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അങ്ങനെ സംസാരിച്ച് അത് വഷളാവും ഗൈസ് അവസാനം. ഈ ഇൻ ടേംസ് ഓഫ് മണി കാര്യങ്ങൾ സംസാരിക്കുമ്പോഴത്തേക്കിനും അതും ഒത്തിരി നാളത്തെ പേയ്മെൻറ്റ്സ് ഒക്കെ പെൻഡിങ് ആയിട്ടിരിക്കുമ്പോഴത്തേക്കിനും എല്ലാവർക്കും ആ ഒരു ഫ്രസ്ട്രേഷനും കാര്യങ്ങളൊക്കെ വരും. അതിങ്ങനെ സംസാരിക്കാൻ അവിടെ ഒരു ഈ നിങ്ങൾക്ക് ശരത്തേട്ടനെയും സാത്താനെയും മാത്രമേ അറിയത്തുള്ളായിരിക്കും, പക്ഷേ അതിൻ്റെ കൂട്ടത്തിൽ ആ ഒരു ഓർഗനൈസേഷനിൽ കുറേ ആൾക്കാർ വേറെ ഉണ്ട്. അപ്പോൾ പല പല കാര്യങ്ങളൊക്കെ ആയിട്ട് സംസാരിക്കേണ്ടത് വരും. ആ ഒരു കാര്യം ഇനി സംസാരിക്കാൻ വയ്യാത്തത് കൊണ്ടാണ് ഈ പറയണത് പോലെ നമ്മുടെ ടി വിയിലെ കുറേ ക്രിയേറ്റേഴ്സിൻ്റെ കിട്ടാനുള്ള പൈസയൊക്കെ അവർക്ക് കിട്ടിയാൽ മോസ്റ്റ് ഓഫ് ദ ആൾക്കാർ പെൻഡിങ് പേയ്മെൻറ്റ്സ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ അവരവിടെ തന്നെ കണ്ടിന്യൂ ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ടാവാം, അല്ലെങ്കിൽ കണ്ടിന്യൂ ചെയ്യുന്നവരുണ്ടാവാം. അവർ കണ്ടിന്യൂ ചെയ്തോട്ടെ. എനിക്ക് എന്തായാലും ഞാനിപ്പോൾ ഇനി ഓർക്കിലും നാളെ ഇനി ഗോഡലിൽ നിന്ന് ഇറങ്ങേണ്ട വന്നാലും ഞാൻ ഇനി ബ്ലൈൻഡിലേക്ക് ഇങ്ങനത്തെ ഒരു രീതിയിൽ എനിക്ക് പോകാൻ താല്പര്യമില്ല. അതുകൊണ്ടാണ് ഞാൻ ഇറങ്ങുന്നത്. അത് നാളെ ബ്ലൈൻഡിൻ്റെ എല്ലാ കാര്യങ്ങളും ഓക്കെ ആയാലും എല്ലാം അങ്ങനെ തന്നെ പറയാണ്. RP1 എടാ ഗൈസ്, ഞാൻ സത്യം പറഞ്ഞാൽ ഡേ വിത്ത് ചന്ദ്രൻ ചെയ്യാതിരുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ 2 ദിവസം ഞാൻ കേസിൻ്റെ പുറകെയായിരുന്നു. അതും കൂടി ഞാൻ നിങ്ങൾക്കൊന്ന് അപ്ഡേറ്റ് ചെയ്തേക്കാം.
ഞാൻ കേസിൻ്റെ പുറകിലായിരുന്നു. ഞാൻ വണ്ടി കംപ്ലീറ്റ്ലി പണിതിറക്കി, എല്ലാ ഫിറ്റിങ്സും കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞു. അതിലൊരു ചെറിയ ഫോട്ടോ, വീൽസിൻ്റെ മാത്രം ഫോട്ടോ ആണ് ഞാൻ ഇന്ന് ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടത്. ബാക്കി എല്ലാം ഉണ്ട്. അപ്പോൾ വണ്ടിയുടെ കളർ ചേഞ്ച് കൂടി മാത്രമേ ഇനി ബാക്കിയുള്ളൂ. അത് ഒരു 10 ദിവസത്തിനകത്ത് എല്ലാം തീരും. അപ്പോൾ അതിൻ്റെ കേസ് ഫയൽ ചെയ്തിട്ടുണ്ട് ഞാൻ SP ഓഫീസിലും അതേപോലെ തന്നെ ഇവിടെ എൻ്റെ ലോക്കൽ പോലീസ് സ്റ്റേഷനിലും കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പുറകെ ആയിരുന്നു 2-3 ദിവസം. 2-3 ദിവസം അതിൻ്റെ പുറകെ ആയതുകൊണ്ടാണ് RPയിൽ കയറാൻ പറ്റാഞ്ഞത്. പിന്നെ ഇന്ന് നമ്മൾ ലൈവ് ഇടുമ്പോൾ കുറേ നോർത്ത് ഇന്ത്യൻ ആയിട്ടുള്ള, നമ്മൾ നോർത്ത് ഇന്ത്യൻ ഒരു ഓർഗനൈസേഷനിലാണ് ജോയിൻ ചെയ്തത്. അപ്പം ഇന്ന് നമ്മൾ ഇതാക്കിയപ്പോഴത്തേക്കിന് കുറേ നോർത്ത് ഇന്ത്യൻ ഓഡിയൻസ് എല്ലാം വരും എന്ന് അവർ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഇന്ന് BGMI ലൈവ് വന്നത്. അല്ലാതെ ഇത് മാറ്റിയതല്ല. നാളെ ഡേ വിത്ത് ചന്ദ്രൻ, എന്തൊക്കെ വന്നാലും നാളെ ഡേ വിത്ത് ചന്ദ്രൻ ചെയ്തിരിക്കും. നാളെ ഡേ വിത്ത് ചന്ദ്രനാണ് നമ്മുടെ RP. അപ്പോൾ ഇന്ന് സായിപ്പിൻ്റെ ഇതും എല്ലാ അനൗൺസ്മെൻറ്റ് അവരുടെ സൈഡിൽ നിന്ന് ഉണ്ടായതുകൊണ്ടാണ് ഞാൻ ഇതിനകത്ത് വന്നത്. അപ്പം ഞാനും സായിപ്പും ഞങ്ങൾ അടുത്ത ആഴ്ച ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഒന്ന് ഗോഡലിൻ്റെ ബൂട്ട് ക്യാമ്പ് വരെ ഒന്ന് പോകണം. ഞങ്ങൾക്ക് സായിപ്പിനെ മെയിൻ ലൈനപ്പിലോട്ട് ഒരു ട്രൈ ഔട്ടിന് അവർ വിളിച്ചിട്ടുണ്ട്. അപ്പൊ അവിടെ ചെന്നിട്ട് സായിപ്പിന്റെ പെർഫോമൻസ് അനുസരിച്ചായിരിക്കും മെയിൻ ലൈനപ്പ് കയറോ എല്ലാം തീരുമാനിക്കുന്നത്. അപ്പൊ സായിപ്പും ഞാനും ഒന്ന് അടുത്ത ആഴ്ച ഒന്ന് ബൂട്ട് ക്യാമ്പ് വരെ പോകുന്നുണ്ട് ഗോഡലിന്റെ. എവറിത്തിങ് സ്റ്റാർട്ട് ഫ്രം ലൈക്ക് എന്താ പറയാ, X1 എന്ന് പറയുന്ന ഒരു ക്ലാനില്, എക്സ്കിങ് എന്ന് പറയുന്ന ഒരു ക്ലാനിലാണ് എക്സ്കിങ് എന്ന് പറയുന്ന ക്ലാനിലാണ് ഞാൻ BGMI കളിച്ചു തുടങ്ങിയത്. ഞാൻ അവിടുന്ന് നേരെ MRCയിൽ പോയി. MRC ഈ പറയണത് പോലെ പിന്നെ ഇൻറ്റൻസ്, പിന്നെ ലെവൽ എക്സിൽ പോയി. ലെവൽ എക്സിൽ നിന്ന് നേരെ ബ്ലൈൻഡിൽ നിന്ന് നേരെ ഇപ്പോൾ ഗോഡൽ. ഈ ഒരു ജേണി എനിക്ക് ശരിക്കും ഒരുപാട് ടൈം എടുത്തൊരു പ്രോസസ്സായിരുന്നു. ഞാനിപ്പോൾ ഈ ഫീൽഡിൽ വന്നിട്ട് 6 വർഷം കഴിഞ്ഞു. ഇങ്ങനൊരു ഇതിലേക്ക് എത്താൻ വേണ്ടിയിട്ട് അത്രയും ടൈം എടുത്തു എനിക്ക്. റിക്രൂട്ട്മെൻറ്റ് അപ്ഡേറ്റ്സ് കറൻ്റ്ലി എന്ന് പറഞ്ഞാൽ, ഞങ്ങൾ പറഞ്ഞില്ലേ, ഇപ്പോൾ കുറേ പേര് TV-യിൽ റിക്രൂട്ട്മെൻറ്റ് ചോദിച്ചു വരുന്നുണ്ട്. എല്ലാവരുടെയും നമുക്ക് തോന്നിയേക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മറ്റേ മോണിറ്ററി ടേംസിലാണ്. അതായത് ഓരോരുത്തർ പറയണ ഓരോ റീസൺസ് എന്ന് പറഞ്ഞാൽ പൈസ ഉണ്ടാക്കണം, മീൻസ് അങ്ങനത്തെ രീതിയിൽ. അങ്ങനെയുള്ളവരെ നമുക്കിനി വേണ്ട. നമുക്ക് നമ്മുടെ കൂട്ടത്തിൽ നിൽക്കും എന്ന് തോന്നുന്ന കുറച്ച് ആൾക്കാരെ മാത്രമേ ഞാൻ ഇനി TV-യിൽ എടുക്കുന്നുള്ളൂ. കാരണം എനിക്ക് കഴിഞ്ഞ ഒരു ഇതുകൂടെ മതിയായി. അതുകൊണ്ട് ഇനി അങ്ങനത്തെ ആൾക്കാരെ ഞാൻ TV-യിൽ എടുക്കുന്നില്ല. നമുക്ക് അത് വേണ്ട. എത്ര ഗൺ പവർ ഉള്ളതെന്ന് പറഞ്ഞാലും, എത്ര ഉള്ളവനാണെന്ന് പറഞ്ഞാലും, ഇനി നമ്മുടെ കൂടെ നിൽക്കാൻ പറ്റുന്നവരെ മാത്രമേ എടുക്കുന്നുള്ളൂ. ഇനി ഗൺ പവർ ഉണ്ടെന്ന് പറഞ്ഞ് എടുക്കുന്നില്ല. ഞാനത് വേണ്ടെന്ന് വെച്ചിരിക്കുന്ന കാര്യമാണ്. ബീങ് എ സ്ട്രീമർ ഫ്രം കേരള, ഞാൻ നിങ്ങളുടെ ഒരിക്കലും പറയത്തില്ല ഗോഡലിനെ സപ്പോർട്ട് ചെയ്യും, ഒരിക്കലും ഞാൻ പറയത്തില്ല. നമുക്കൊരു മല്ലു ഓർഗനൈസേഷൻ, നമുക്കൊരു മല്ലു ടീം ഉണ്ടെങ്കിൽ ഡു സപ്പോർട്ട് ദം. അത് ഓർഗാണേലും ഓർഗില്ലാത്തതാണേലും. നാളെ ഞാൻ പറയാം, നാളെ ഇവിടുന്ന് കളിക്കുന്ന സമയത്ത് എൻ്റെ മനസ്സിൽ, ടു ബി ഓണസ്റ്റ് ആയിട്ട്, എൻ്റെ ആഗ്രഹം ഒരു മലയാളി ടീം അല്ലെങ്കിൽ ബ്ലൈൻഡ് സ്പോർട്സിൻ്റെ ഒരു മലയാളി ലൈനപ്പോൾ മലയാളി പ്ലേയേഴ്സ് ഉണ്ടെങ്കിൽ ഞാൻ അവരെ സപ്പോർട്ട് ചെയ്യുള്ളൂ. ഞാൻ ഗോഡലിൽ കയറിയെന്ന് പറഞ്ഞിട്ട് നിങ്ങളെ ചിയർ ചെയ്യാൻ വേണ്ടി ഒരിക്കലും ഞാൻ ഇത് ചെയ്യത്തില്ല. അതായത് ഗോഡലിനെ സപ്പോർട്ട് അവരുടെ ഇതുണ്ടാവാം, ചിലപ്പോൾ വോട്ട് ചെയ്യാൻ അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ വരുവാണെങ്കിൽ, നമുക്ക് എഗ്രിമെൻ്റ് ഉള്ളതുകൊണ്ട് അവർ പറയുമായിരിക്കും ഇത് സ്റ്റാറ്റസ് ആയിട്ട് ഇടണം. അങ്ങനെ ഇടുമെന്നല്ലാതെ ഞാൻ ലൈവിൽ വന്നിട്ട് നിങ്ങളുടെ ആത്മാർത്ഥമായിട്ട് ഫുൾ ഇതായിട്ട് പറയത്തില്ല ഗോഡലിനെ സപ്പോർട്ട് ചെയ്യും, നിങ്ങൾ ഗോഡലിന് വേണ്ടി സംസാരിക്കും. ഒരിക്കലും ഞാൻ അത് ചെയ്യത്തില്ല. അത് ഞാൻ ഉറപ്പിച്ച് പറയാം. അത് ഇപ്പോഴേ പറയാം. ഞാനത് ഉറപ്പിച്ച് പറയാം.